അനന്തകൃഷ്ണന്റെ 1000 കോടിയുടെ പാതിവില തട്ടിപ്പിൽ സംസ്ഥാനത്ത് പരാതി പ്രളയം. ഒട്ടുമിക്ക ജില്ലകളിലും തട്ടിപ്പിൽ പരാതിയുമായി നൂറുകണക്കിന് ആളുകൾ രംഗത്ത് വരികയാണ്. തട്ടിപ്പ് കഥകൾ പുറത്തുവരുന്നതിനിടെ പ്രതി അനന്തകൃഷ്ണന്റെ ആഡംബര വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ കോടതി 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പാതിവിലയ്ക്ക് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ. ജില്ലകൾ തോറും 10,000-ങ്ങളാണ് മോഹന വാഗ്ദാനങ്ങളിൽ കുരുങ്ങിയത്. കണ്ണൂരിൽ മാത്രം 2500-ഓളം പരാതികൾ. പരാതികൾക്ക് അവസാനമില്ല. തട്ടിപ്പ് ശൃംഖലയെത്താത്ത ജില്ലകളുമില്ല. അറസ്റ്റിന് തൊട്ടുമുൻപും അനന്തകൃഷ്ണൻ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തി. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന വാഗ്ദാനവുമായാണ് വീഡിയോ ചിത്രീകരിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചത്. ഞാൻ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് സാമ്പത്തിക സമാഹരണം നടത്തി കാര്യങ്ങൾ നീക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലേക്ക് നിങ്ങൾ പകുതി തുകയടച്ച സാധനത്തിന് അതേ പകുതി മൂല്യം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു സേവനം അല്ലെങ്കിൽ ഒരു വസ്തുവാണ് വരാൻ പോകുന്നത്. ഒരു വലിയ കാലതാമസം നിങ്ങളിപ്പോൾ കാത്തു നിന്നിട്ടുണ്ട്. ഒരു ചുരുങ്ങിയ സമയം കൂടി സഹകരിക്കുവാൻ എല്ലാ അപേക്ഷകരോടും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. വഞ്ചിക്കപ്പെട്ടെന്ന് തുറന്നു പറയുകയാണ് തൃശൂർ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദ്. അവരെ സർക്കുലർ പ്രകാരം വായിച്ച് മനസ്സിലാക്കിയിട്ട് അവർ പറയുന്ന ആ സർക്കുലറിൻ്റെ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുത്ത ആളുകളുണ്ട്. അതിൽ ഞാനും ഇരയാണ്. എനിക്കും ഒരു സ്കൂട്ടറിന് വേണ്ടിയിട്ട് ഞാൻ പൈസ അടച്ചിട്ടുള്ളതാണ്. ഞങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായിട്ടുള്ളത്. വയനാട്ടിൽ അക്ഷയ സെന്റർ വഴിയാണ് കൂടുതൽ പേരും തട്ടിപ്പിന് ഇരകളായത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് ഇടുക്കിയിൽ തട്ടിപ്പിന് ഇരയായവരുടെ തീരുമാനം. ഇതിനിടെ അനന്തകൃഷ്ണന്റെ പേരിലുള്ള മുഴുവൻ അക്കൗണ്ടുകളും പോലീസ് മരവിപ്പിച്ചു. 19 അക്കൗണ്ടുകളിലേക്കാണ് പണമെത്തിയത്. അനന്തകൃഷ്ണനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതിനിടെ നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമായി. വിപുലമായ പ്രാദേശിക നെറ്റ്വർക്ക് ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്. ജനപ്രതിനിധികളടക്കം സാമൂഹിക അംഗീകാരമുള്ളവരെയെല്ലാം പ്രചരണത്തിനായി പ്രയോജനപ്പെടുത്തി. അനന്തകൃഷ്ണന്റെ ഒരക്കൗണ്ടിൽ മാത്രം എത്തിയത് 400 കോടി. സംസ്ഥാനം സമീപകാലത്ത് സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ തട്ടിപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. കോടികളുടെ തട്ടിപ്പാണ് അപ്പോൾ നടന്നിട്ടുള്ളത്. ഇതിൽ ഒരുപാട് പേർ, ഉന്നതരും അടക്കമുള്ള ഒരുപാട് പേർ, സാധാരണക്കാരായ ഒരുപാട് പേർ ഇതിൽ പങ്കാളികളായിട്ടുണ്ട്, പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പാതിവില തട്ടിപ്പിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ കൂട്ടുപ്രതികൾ ഉന്നത ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളെന്ന് പോലീസ് പറയുന്നു. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിലാണ് ഇക്കാര്യമുള്ളത്. കേസുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണന്റെ മൊബൈൽ ഫോണുകളും ഐപാഡും പെൻഡ്രൈവുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വിശദമായി പരിശോധിക്കും. കൂടുതൽ വിവരങ്ങളുമായി സജോ ദേവസ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, ആരൊക്കെയാണ് ഈ തട്ടിപ്പിന്റെ ഭാഗമായുള്ള ഉന്നതർ? അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? പേരുകൾ ലഭിച്ചിട്ടുണ്ടോ? ഈ കോടികൾ എന്ന് പറയുമ്പോൾ അതിന് യാതൊരു വിലയും ഇല്ലാതാകുന്ന ഒരു കാലമാണ്. അത്രയും വലിയ തട്ടിപ്പ് ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയത് വ്യക്തമാണ്. അതിൽ പക്ഷേ ഈ പ്രതിപ്പട്ടികയിലുള്ളവർ അല്ലാത്ത ആളുകളുടെ പേര് വിശദാംശങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയം കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് പറയുന്നത് ഉന്നത ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട അനന്തകൃഷ്ണന്റെ കൈവശമുള്ള ഫോണുകളും മൊബൈൽ ഫോണും ഐപാഡും പെൻഡ്രൈവുകളും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായ രേഖയുണ്ട്. കാരണം ഒറ്റ അക്കൗണ്ടിൽ മാത്രം 400 കോടിയോളം വന്നിട്ടുണ്ട് എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നതാണ്. അത്തരം വിശദാംശങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ പരിശോധന, ചോദ്യം ചെയ്യൽ, മറ്റ് അന്വേഷണങ്ങളിലേക്കൊക്കെ കടക്കും എന്നാണ് അന്വേഷണ സംഘം ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഏകീകൃത സ്വഭാവത്തിലുള്ള അന്വേഷണത്തിലേക്ക് യഥാർത്ഥത്തിൽ അന്വേഷണ സംഘം കടന്നിട്ടില്ല. അത്തരം പരിശോധന, അത്തരം കൂടിയാലോചനകൾ നടക്കുന്നതേ ഉള്ളൂ. കാരണം വിവിധ ജില്ലകളിൽ കേസുണ്ട്. കണ്ണൂർ ജില്ലയിൽ മാത്രം ഇതിനകം 6 FIRകൾ രജിസ്റ്റർ ചെയ്തു. അത് തന്നെ ഏതാണ്ട് 2500-ഓളം പരാതികൾ പോലീസിന് മുന്നിൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. നേരത്തെ വിവിധ സ്ഥലങ്ങളിലായി എടുത്ത കേസുകൾ പരിശോധിക്കുകയാണെങ്കിൽ അനന്തകൃഷ്ണൻ 1-ാം പ്രതിയും സായി ഗ്രാമത്തിൻ്റെ ചെയർമാൻ KN ആനന്ദകുമാർ 2-ാം പ്രതി, പിന്നീട് സ്പിയാർട്സിൻ്റെയും NGO കോൺഫെഡറേഷൻ്റെയും വിവിധ ഭാരവാഹികൾ, ലാലി വിൻസെൻ്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് പ്രതിപ്പട്ടികയിലുള്ളത്. മറ്റുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രതി ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ വിശദമായ അന്വേഷണം, പണം എന്തിനെല്ലാം ഉപയോഗിച്ച് അനന്തകൃഷ്ണൻ പല സ്ഥലങ്ങളിലും ഈ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 400 കോടി അക്കൗണ്ടിൽ വന്ന് 3.5 കോടി മാത്രമേ ഫ്രീസ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. പലയിടത്തും സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, വിവിധ ജില്ലകളിൽ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ മറ്റു പല ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്കും ഈ പണം മാറ്റിയിട്ടുണ്ട്. അത്
ആരെല്ലാം ആ പണം ഉപയോഗിച്ചു പ്രയോജനപ്പെടുത്തി എന്ന് മാത്രമല്ല പലയിടങ്ങളിലും ഉന്നത പദവികൾ വഹിക്കുന്ന പല ആളുകളെയും ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങളും മറ്റും പ്രചാരണത്തിന് ഉപയോഗിക്കാൻ എന്ന് തുടങ്ങിയും ഉന്നതമായ പല പദവികളിൽ ഇരിക്കുന്ന ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ചോ അതല്ല ബോധപൂർവമോ ഒക്കെ ഇതിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട് എന്നത് കാണണം. വലിയൊരു പിന്തുണ, ഒരു നെറ്റ്വർക്ക്, ഒരു എക്കോ സിസ്റ്റം അനന്തകൃഷ്ണന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് നിസ്തർക്കമായ കാര്യമാണ്. അതല്ലെങ്കിൽ ഇത്ര വിപുലമായൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കാനും തട്ടിപ്പ് നടത്താനും ആളുകളിലേക്ക് വളരെ എളുപ്പത്തിൽ റീച്ച് ഔട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ അധികാര പദവിയിൽ ഇരിക്കുന്ന ആളുകളെയൊക്കെ പ്രയോജനപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാർ മുതൽ സംസ്ഥാന സർക്കാർ വരെ വിവിധ ഏജൻസികൾ തുടങ്ങി വിവിധ ഉന്നതമായ പദവികൾ വഹിക്കുന്ന പലരെയും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പോൾ കൂടുതൽ പിന്തുണ, മറ്റേതെങ്കിലും ലെയറിൽ പ്രവർത്തിക്കുന്ന ഉന്നതരായിട്ടുള്ള ആളുകളുടെ പിന്തുണ ഇല്ലാതെ ഇത്രയധികം സ്ഥലങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ അനന്തകൃഷ്ണന് കഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അതുകൊണ്ട് ഇതിന് വിപുലമായ സ്വഭാവത്തിലുള്ള അന്വേഷണം, ഏകീകൃത സ്വഭാവത്തിലേക്കുള്ള ഒരു പ്രത്യേക സംഘമൊക്കെ നിയോഗിക്കേണ്ടി വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുക, അതിനുശേഷം ഭാവിയിൽ ആവശ്യമെങ്കിൽ ക്രൈംബ്രാഞ്ചിനടക്കം കൈമാറുക, അതിനും അപ്പുറത്തേക്കുള്ള സീരിയസ് എക്കണോമിക് ഫ്രോഡ് ഇക്കാര്യത്തിലുണ്ടോ എന്നതടക്കമുള്ള വിശദമായ പരിശോധന, അങ്ങനെയെങ്കിൽ കേന്ദ്ര ഏജൻസികളടക്കം കേസ് ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും വിപുലമായ ഒരു തട്ടിപ്പാണ്. വലിയ സാധാരണക്കാരെ ആണ് ഇതിൽ വലയിൽ വേർതിരിവുമില്ല, ഉന്നതരെന്നോ അല്ലെങ്കിൽ പാവങ്ങളെന്നോ അങ്ങനെ ഒരു വേർതിരിവുമില്ലാതെ കോടികളുടെ തട്ടിപ്പ്. സജോ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കോടികൾക്കൊരു വിലയുമില്ലേ എന്ന് തോന്നും നമുക്ക്. അത്രയാണ്. ഇപ്പോഴും പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ യഥാർത്ഥത്തിൽ ഈ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനുള്ള ഒരു സൗകര്യമില്ല. അതിനപ്പുറത്തേക്കാണ് ഇത് പോയിരിക്കുന്നത്. വലിയ തലവേദനയാണ് പോലീസിന് ഇത് ഉണ്ടാക്കുന്നത്. ഇനിയെങ്കിലും നമ്മളുടെ ഒരു തലച്ചോറ് ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. ഒരു കാരണവശാലും ഇത്തരത്തിൽ പകുതി വിലയ്ക്ക് സാധനം കിട്ടുന്ന അമിത ലാഭം, അതേപോലെ തന്നെ നമുക്കൊരു നഷ്ടവുമില്ലാതെ 10% കൂടുതൽ നിക്ഷേപ പദ്ധതികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും, ഇതൊക്കെ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. അത് നമ്മുടെ ബ്രെയിൻ കണ്ടീഷൻ ചെയ്യണം. അങ്ങനെ അല്ലാതെ നമുക്ക് ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അത് എഴുതി വെച്ച് തരാം. ഈ പറയുന്ന പോലെ ഓഹരി വിപണിയിലൊക്കെ എന്ന് പറഞ്ഞാൽ നഷ്ടസാധ്യത കൂടുതലാണ്. എന്നാൽ പോലും 20% റിട്ടേൺ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെടുകയേ ചെയ്യരുത്.